വേമ്പനാടിന്റെ ഓളങ്ങളെ ത്രസിപ്പിക്കുന്ന ആർപ്പുവിളി, എട്ട് മുടികൾ സംഗമിക്കുന്ന അഷ്ടമുടിയുടെ മടിത്തട്ടിലേക്ക്. തുഴയും വള്ളവും ആയുധമാകുന്ന ജലയുദ്ധത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. കരിനാഗങ്ങളെപ്പോലെ കുതിച്ചുപായുന്ന ചുണ്ടനുകളും ഇരുട്ടിനെപ്പോലും കീറിമുറിക്കുന്ന ഇരുട്ടുകുത്തിയും ചുരുളനും വെപ്പുമെല്ലാം അഷ്ടമുടിക്ക് സമ്മാനിക്കാൻ പോകുന്നത് പുതുചന്തം. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പിന് വേണ്ടിയാണ് വേമ്പനാട്ടുകായലിൽ നെഹ്റു ട്രോഫി മത്സരം നടക്കുന്നത്. അതിന് സമാനമാണ് അഷ്ടമുടിക്കായലിലെ പ്രസിഡൻസ് ട്രോഫിയും. മുൻ രാഷ്ട്രപതി ഇവിടേക്ക് എത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ കയ്യൊപ്പ് ചാർത്തിയ കപ്പിന് വേണ്ടിയാണ് ഇവിടെ ജലമാമാകം അരങ്ങേറുന്നത്. നമ്മളൊന്നാണ് എന്ന സന്ദേശം കൂടിയാണ് ഓരോ വള്ളംകളിയും. തുഴയൊന്ന് തെറ്റിയാൽ, താളമൊന്ന് പിഴച്ചാൽ അത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തും. അതിനാൽ ഒരേ താളവും തുഴവേഗവും വേണം. ഐക്യമാണ് വള്ളംകളിയുടെ മുഖമുദ്ര. പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദേശിംഗനാട് എത്തിക്കഴിഞ്ഞു. വഞ്ചിപ്പാട്ട് പാടി ആർപ്പ് വിളിച്ച് അവരങ്ങ് ആഘോഷിക്കുകയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന വള്ളംകളി കാണാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കം ഒട്ടേറെ പ്രമുഖരെത്തും. മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സമാപനത്തിന് കൂടിയാണ് ഇന്ന് അഷ്ടമുടി വേദിയാകുന്നത്. CBL ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. ഇത്തവണ CBL പുതു രാജാക്കന്മാരെത്തും. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് ഇത്തവണത്തെ ജേതാവ്. കുട്ടനാടൻ കരിവീരന്മാരുടെ കരുത്തിലാണ് വില്ലേജ് ബോട്ട് ക്ലബ് വിയോരം ചുണ്ടനിൽ തുഴഞ്ഞെത്തുന്നത്. കൈനകരി എന്ന കുട്ടനാടൻ ഗ്രാമത്തിന്റെ അഭിമാനമാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി. നെഹ്റു ട്രോഫിക്ക് മുമ്പ് ചാറ്റൽ മഴ സമയത്ത് നീറ്റിലിറക്കിയ വിയോരം ചുണ്ടനിലേറിയാണ് അവരുടെ കുതിപ്പ്. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് തുടങ്ങിയ BBC-യുടെ തേരോട്ടം CBL കപ്പുയർത്തിയാകും അവസാനിക്കുക. 10 ലീഗ് മത്സരങ്ങളിൽ നിന്നുമായി 99 പോയിന്റുമായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി മറ്റ് ക്ലബ്ബുകളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഒന്നാം സമ്മാന തുകയായ 25 ലക്ഷം രൂപയാണ് BBC-യെ കാത്തിരിക്കുന്നത്. CBL-ലെ 3-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റവും വാശിയേറിയതാകും. 76 പോയിന്റുമായി നിർണ്ണൻ ചുണ്ടനും 74 പോയിന്റുമായി നടുഭാഗം ചുണ്ടനും പോരാടുന്നു. ഈ രണ്ടു വള്ളങ്ങളിൽ ഏത് 3-ാം സ്ഥാനം നേടിയാലും വിജയം അപ്പർ കുട്ടനാടിന്റെ നേട്ടമാണ്. വള്ളംകളി കൂടുതൽ സജീവമായി എന്ന് ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ കഴിഞ്ഞ 5 വർഷമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നു. വഞ്ചിപ്പാട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായി മാറി. അങ്ങനെയൊക്കെ പറയുമ്പോഴും ആലപ്പുഴയ്ക്ക് പുറത്തേക്ക് വള്ളംകളി കൂടുതൽ സജീവമായോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ക്യാമറമാൻ ഷാനാസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.